ഹായ് BSc ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ബൈ പേഴ്സൺ ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസസ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ സെക്ഷൻ 26 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ സെക്ഷൻ 27 മുതലാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൻ 27 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 27 പറയുന്നത് റെലവൻസി ഓഫ് സർട്ടൻ എവിഡൻസ് ഫോർ പ്രൂവിംഗ് ഇൻ സബ്സിക്വന്റ് പ്രൊസീഡിംഗ് ട്രൂത്ത് ഓഫ് ഫാക്ട്സ് ദെയറിൻ സ്റ്റേറ്റഡ് എന്ന് പറയുന്ന സംഗതിയാണ്. നമുക്കത് സിമ്പിൾ ആയിട്ട് ഇത് വായിക്കുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഒരു ഒരു വിറ്റ്നസ്, ഒരു സാക്ഷിയായിട്ടുള്ള ആൾ ഒരു കേസിന്റെ അകത്ത് ഒരു എവിഡൻസ് കൊടുത്തു. ഒരു കേസിന്റെ അകത്ത് എവിഡൻസ് കൊടുത്തു. ആ എവിഡൻസ് അതിന് ശേഷം വരുന്ന ഒരു കേസിന്റെ അകത്തും വാലിഡ് ആവുന്ന സന്ദർഭത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ആ വിറ്റ്നസ് ഇപ്പൊ എന്താ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ മുമ്പേ സെക്ഷനിലൊക്കെ 26 പറഞ്ഞതുപോലെ കോടതിയിൽ ഹാജരാവാൻ ഇൻകാപ്പബിൾ ആണ്, അല്ലെങ്കിൽ അയാളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ കൊണ്ട് രണ്ടാമതായിട്ട് ഈ എവിഡൻസ് മറ്റൊരു കേസിലും വാലിഡ് ആണ്, അല്ലെങ്കിൽ റെലവെന്റ് ആവും. പക്ഷെ ആ കേസിൽ ഇയാൾക്ക് വന്ന് മൊഴി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേസിൽ കൊടുത്തിട്ടുള്ള ആ എവിഡൻസ് ഉണ്ടല്ലോ, അത് വാലിഡ് ആവുന്ന സന്ദർഭത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരു കേസിന്റെ അകത്ത് തന്നെ ആദ്യത്തെ സ്റ്റേജിൽ വിറ്റ്നസ് ആയിട്ടുള്ള ആള് ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എവിഡൻസ് കൊടുക്കുന്നു. എന്നാൽ ആ കേസിന്റെ ഫർദർ പ്രൊസീഡിങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ അയാൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിനുശേഷം അയാൾ മരിച്ചോ അല്ലെങ്കിൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം പോലീസ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം പോലീസിന് മൊഴി കൊടുത്തു വിറ്റ്നസ് ആയിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് കേസിന്റെ ട്രയൽ ആകുമ്പോഴേക്കും അയാൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ അയാൾ ബെഡ് റിട്ടൺ ആയി, അല്ലെങ്കിൽ ആ കോടതിയിൽ ഹാജരാകാൻ പറ്റാത്ത സോ ആൻഡ് സോ സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം കൊടുത്ത ആ മൊഴി റെലവെന്റ് ആയിരിക്കും, ആദ്യം കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആയിരിക്കും. പിന്നീട് അയാൾ കോടതിയിൽ വന്ന് കൊടുക്കേണ്ട കാര്യമില്ല, എന്നാൽ പോലും ആദ്യം കൊടുത്തത് റെലവെന്റ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളാണ് ഇവിടെ സെക്ഷൻ 27 പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് വായിച്ചു നോക്കാം. എവിഡൻസ് ഗിവൺ ബൈ എ വിറ്റ്നസ്, ഒരു വിറ്റ്നസ് ഓൾറെഡി കൊടുത്തൊരു എവിഡൻസ് ഇൻ എ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്, ഒരു കേസിന്റെ അകത്ത് ഓൾറെഡി കൊടുത്തൊരു എവിഡൻസ് ആണ്. ഓർ ബിഫോർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ലോ, നേരത്തെ ഞാൻ പോലീസ് എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ നിയമപരമായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ കൊടുത്ത ഒരു എവിഡൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഓൾറെഡി സാക്ഷിയായിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള എവിഡൻസ്, കൊടുത്തിട്ടുള്ള എവിഡൻസ്, ഇറ്റ് ഈസ് റെലവെന്റ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൂവിങ്. ഇത് ഈ എവിഡൻസ് ഇനി പറയാൻ പോകുന്ന സന്ദർഭങ്ങളിലും ആ സന്ദർഭങ്ങൾ പ്രൂവ് ചെയ്യുന്നതിലേക്കും ഈ എവിഡൻസ് വാലിഡ് ആണ്. ആ സന്ദർഭങ്ങൾ ഏതാണ്? ഇൻ എ സബ്സിക്വന്റ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ഓർ ഇൻ എ ലേറ്റർ സ്റ്റേജ് ഓഫ് ദ സെയിം ജുഡീഷ്യൽ പ്രൊസീഡിംഗ്. അപ്പൊ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിംഗിന്റെ അകത്ത് ഒരാൾ വിറ്റ്നസ് ആയിട്ട് വന്നിട്ടുണ്ടായി. അപ്പം അതിനോട് സിമിലർ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു പ്രൊസീഡിംഗിൽ, മറ്റൊരു കേസിന്റെ അകത്തും ആ എവിഡൻസ് അയാൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ മൊഴി എവിഡൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ, രണ്ടാമത് മറ്റേ കേസിന്റെ അകത്ത് വന്ന് പറയാൻ അയാൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ അത് വാലിഡ് ആവും എന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സന്ദർഭം എന്താ, ഒരാൾ ഒരു എവിഡൻസ് കൊടുക്കുന്നത് ബിഫോർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ലോ, നിയമപ്രകാരം ഓതറൈസ് ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ അങ്ങനെയാണ് ഒരു എവിഡൻസ് കൊടുക്കുന്നത്. ആദ്യം അത് കൊടുത്തു, എന്നാൽ ആ കേസിന്റെ ട്രയൽ, അതായത് ലേറ്റർ സ്റ്റേജിൽ, പിന്നീട് കോടതിയിൽ വരേണ്ടുന്ന സമയത്ത് ആ പേഴ്സണിന് അവിടെ വരാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ലെറ്റർ സ്റ്റേജിൽ ആ സെയിം കേസിന്റെ അകത്ത് തന്നെ മുമ്പ് കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ദ ട്രൂത്ത് ഓഫ് ദ ഫാക്ട്സ് വിച്ച് സ്റ്റേറ്റ്സ്, അപ്പൊ അതിന്റെ അകത്ത് അങ്ങനെ മുമ്പേ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ അകത്തുള്ള ട്രൂത്ത് അത് പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് ആ എവിഡൻസ് ആയിട്ട് അയാൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റോ എന്താന്ന് വെച്ചാൽ ആ എവിഡൻസ് എടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? ആദ്യം കൊടുത്തു, രണ്ടാമത്തെ സ്റ്റേജിൽ ഇയാൾക്ക് എന്താ, കോടതിയിൽ വരാൻ പറ്റുന്നില്ല, അയാൾ ഡെഡ് ആയിരിക്കാം ഒരു പക്ഷെ, അല്ലെങ്കിൽ കനോട്ട് ബി ഫൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകാപ്പബിൾ ഓഫ് ഗിവിംഗ് എവിഡൻസ് കൊടുക്കാൻ ശേഷിയില്ലാത്ത സന്ദർഭം ആയിരിക്കാം, അല്ലെങ്കിൽ ഈസ് കെപ്റ്റ് ഔട്ട് ഓഫ് ദ വേ ബൈ ദി അഡ്വേഴ്സ് പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടി, എതിർകക്ഷി അയാളെ കോടതിയിൽ വരുന്നതിന് മുടക്കുന്ന രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ അത് വിലക്കുന്ന രീതിയിലേക്കുള്ള എന്തോ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈസ് പ്രസന്റ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് വിത്തൗട്ട് ആൻ എമൗണ്ട് ഓഫ് ഡിലേ ഓർ എക്സ്പെൻസ്, വലിയ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാളെ കോടതിയിൽ രണ്ടാമത്തെ സന്ദർഭത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ സെക്ഷൻ 26 പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, അയാളെ കൊണ്ടുവരുന്നതിൽ വലിയ ഡിലേ വരും, എക്സ്പെൻസ് വരും, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അയാൾ രണ്ടാമത് വരണമെന്നില്ല. ആദ്യം കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എവിഡൻസിന് തന്നെ വാല്യൂ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് സന്ദർഭങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരേ കേസിന്റെ ആദ്യ സ്റ്റേജിൽ എവിഡൻസ് കൊടുത്തു, എന്നാൽ അത് ട്രയലിലേക്ക് വരുമ്പോൾ ലേറ്റർ സ്റ്റേജിൽ അയാൾക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കൊടുത്തത് വാലിഡ് ആണ്, അല്ലെങ്കിൽ റെലവെന്റ് ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു കേസിന്റെ അകത്ത് കൊടുത്ത ഒരു പ്രൊസീഡിങ്ങിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കേസിന്റെ അകത്ത് കൊടുത്ത എവിഡൻസ് ആണ്, അത് മറ്റൊരു കേസിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യത്തെ കേസിൽ കൊടുത്തിട്ടുള്ള എവിഡൻസ് രണ്ടാമത്തെ കേസിലേക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രൊവൈസോയും എക്സ്പ്ലനേഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫർദർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അത് നോക്കാം.
അപ്പൊ നമുക്ക് പ്രൊവൈസോ നോക്കാം. പ്രൊവൈസോ പറയുന്നത് എന്താ? ദ പ്രൊസീഡിംഗ് വാസ് ബിറ്റ്വീൻ ദ സെയിം പാർട്ടീസ് ഓർ ദ റെപ്രസെന്റേറ്റീവ്സ് ഇൻ ഇൻട്രസ്റ്റ് ദാറ്റ് ദ അഡ്വേഴ്സ് പാർട്ടി ഇൻ ദ ഫസ്റ്റ് പ്രൊസീഡിംഗ് ഹാഡ് ദ റൈറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ക്രോസ് എക്സാമിൻ ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ഇഷ്യൂ വാസ് സബ്സ്റ്റാൻഷ്യലി ദ സെയിം ഇൻ ദ ഫസ്റ്റ് ആസ് ഇൻ ദ സെക്കൻഡ് പ്രൊസീഡിംഗ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു എന്താ, ഒരു കേസിന്റെ അകത്ത് ഒരു വിറ്റ്നസ് ഒരു എവിഡൻസ് കൊടുക്കുന്നു. ആ വിറ്റ്നസ് വീണ്ടും പ്രസന്റ് അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രസന്റ് അല്ലെങ്കിലും അത് മറ്റൊരു കേസിൽ എവിഡൻസ് ആയിട്ട് എടുക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഏത് സന്ദർഭത്തിൽ മാത്രമേ എടുക്കുള്ളൂ എന്നാണ് ഇവിടെ പ്രൊവൈസോയിൽ പറയുന്നത്. പ്രൊവൈസോ പറയാണ് ഈ കേസ് ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും രണ്ടും ഒരേ പാർട്ടികൾ തമ്മിലുള്ള കേസായിരിക്കണം. ആദ്യത്തെ കേസ് എയും ബിയും തമ്മിലാണെങ്കിൽ രണ്ടാമത്തെ കേസും എയും ബിയും അതേ ആൾക്കാർ തമ്മിലാണെങ്കിൽ മാത്രമേ ആദ്യത്തെ കേസിൽ കൊടുത്ത എവിഡൻസ് രണ്ടാമത്തെ കേസിലും എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അപ്ലിക്കബിൾ ആവുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഓരോ കേസിനും ഓരോ രീതിയിലല്ലേ, ഓരോ കേസിലും ഓരോ തവണയല്ലേ നമ്മൾ എവിഡൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ അല്ലാണ്ട് സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ് കോടതി? ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് സെയിം ആൾക്കാരാണ്, അതിന്റെ അകത്ത് വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ അത് അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഒരേ ആളുകൾ അല്ലെങ്കിൽ ഒരേ ആളുകളുടെ റെപ്രസെന്റേറ്റീവ്സ്. അതുപോലെ തന്നെ ആദ്യത്തെ കേസിന്റെ അകത്ത് ഈ വിറ്റ്നസ് ഇങ്ങനെ ഒരു മൊഴി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ വിറ്റ്നസ് ഒരു എവിഡൻസ് കൊടുക്കുന്ന സമയത്ത് ഈ വിറ്റ്നസിനെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അവകാശവും ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഇനിയിപ്പോൾ രണ്ടാമത് അയാൾ അവൈലബിൾ അല്ലെങ്കിലും അവിടെ ക്രോസ് എക്സാമിനേഷൻ ഒന്നും ഇല്ലെങ്കിലും ആദ്യത്തെ കേസിൽ കൊടുത്ത എവിഡൻസ് രണ്ടാമത്തേലും എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിന്റെ അകത്ത് ഈ വിറ്റ്നസ് ഇങ്ങനെയൊക്കെ കോടതിയിൽ എവിഡൻസ് കൊടുത്തപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അയാളെ ക്രോസ് എക്സാമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോസ് വിസ്താരം നടത്താനും അതുപോലെ തന്നെ അതിനൊക്കെയുള്ള അവകാശം കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് ആ എവിഡൻസ് രണ്ടാമത്തെ കേസിലേക്കും എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. മാത്രല്ല ഈ രണ്ട് കേസിലും, ആദ്യം പറഞ്ഞ കേസിലും രണ്ടാമത് ഇതേ എവിഡൻസ് എടുക്കുന്ന മറ്റേ കേസിന്റെ അകത്തും അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഒരേ എന്ന് പറഞ്ഞാൽ സെയിം സംഗതി ആയിരിക്കണം എന്നുള്ളതാണ്. ഒരേ വിഷയം സംബന്ധമായിട്ടുള്ള സംഗതി ആയിരിക്കണം അവിടെ ക്വസ്റ്റ്യൻ. ഒന്നിനെ കുറിച്ച് മറ്റൊന്ന് വേറെ രീതിയിലുള്ള കേസും അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല. ക്വസ്റ്റ്യൻ ഇൻ ഇഷ്യൂ സിമിലിയർ ആയിരിക്കണം അല്ലെങ്കിൽ സെയിം ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒരു കേസിൽ കൊടുത്ത എവിഡൻസ് മറ്റൊരു കേസിലും എവിഡൻസ് ആയിട്ട് എടുക്കുള്ളൂ എന്നാണ് പ്രൊവൈസോ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇനിയുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് എന്താ പറയുന്നത്? എ ക്രിമിനൽ ട്രയൽ ഓർ ഇൻക്വയറി ഷാൽ ബി ഡീംഡ് ടു ബി എ പ്രൊസീഡിംഗ് ബിറ്റ്വീൻ ദ പ്രോസിക്യൂട്ടർ ആൻഡ് അക്യൂസ്ഡ് വിത്തിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. ഈ സെക്ഷൻ പ്രകാരം ക്രിമിനൽ ട്രയലോ ഇൻക്വയറി ഒക്കെയാണ് പ്രൊസീഡിംഗ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ ക്രിമിനൽ ട്രയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്യൂസ്ഡും പ്രോസിക്യൂട്ടറും തമ്മിലുള്ള ഒരു പ്രൊസീഡിംഗ് ആയിട്ടാണ് അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത് എന്നാണ്. അത് എന്തുകൊണ്ട് അവിടെ പറയുന്നത്? ഇവിടെ പ്രൊസീഡിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ക്രിമിനൽ ട്രയൽ പ്രൊസീഡിംഗ് അല്ലെങ്കിൽ ക്രിമിനൽ ഇൻക്വയറി ഒക്കെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സെക്ഷൻ 28 നോക്കാം. ഓക്കെ, ഇനി സെക്ഷൻ 28 നോക്കാം. സെക്ഷൻ 28 എന്താ പറയുന്നത്? എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് വെൻ റെലവെന്റ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നടത്തുന്ന എൻട്രീസ് എപ്പോഴാണ് റെലവെന്റ് ആകുന്നത് എന്നുള്ളൊരു സംഗതിയാണ് സെക്ഷൻ 28 ഡിസ്കസ് ചെയ്യുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കണക്ക് പുസ്തകമാണ്, അക്കൗണ്ട്സ് എഴുതി വെക്കുന്ന പുസ്തകമാണ്. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും എൻട്രി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെലവൻസിയാണ് ഇവിടെ സെക്ഷൻ 28 ഡിസ്കസ് ചെയ്യുന്നത്. വായിച്ചു നോക്കാം. എൻട്രീസ് ഇൻ ദി books of account including those maintained in an electronic form regularly kept in a course of business are relevant എന്നാണ് പറയുന്നത്. അതായത് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ അകത്ത് ഒരു എൻട്രി നടത്തി കഴിഞ്ഞാൽ ആ എൻട്രി അത് ഇലക്ട്രോണിക് ഫോമിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് ആയാലും അല്ലാണ്ട് ഫിസിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും അത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷനെ സംബന്ധിക്കുന്ന എൻട്രീസ് ആണ് അതിന്റെ അകത്ത് വരുത്തുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്. അപ്പൊ ഒരു ബിസിനസ് ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ അകത്ത് എൻട്രീസ് നടത്തി കഴിഞ്ഞാൽ അത് റെലവെന്റ് ആവുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വെനെവർ ദേ റെഫർ ടു എ മാറ്റർ ഇൻ ടു വിച്ച് ദ കോർട്ട് ഹാസ് ടു ഇൻക്വയർ. എപ്പോഴാണ് റെലവെന്റ് ആകുന്നത്? അതിൽ ഉൾപ്പെട്ട ആ സംഗതിയെ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ കണ്ടന്റിനെ സംബന്ധിച്ച് ഒരു കോടതിന്റെ അകത്ത് ഒരു കേസ് വരുന്ന സമയത്ത് ആ ഘട്ടങ്ങളിൽ ആ എൻട്രി ബുക്കിന്റെ അകത്ത് ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ അകത്ത് എൻട്രി ചെയ്തിട്ടുള്ള ആ സംഗതി പ്രസക്തമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ബട്ട് സച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഷാൾ നോട്ട് അലോൺ ബി സഫിഷ്യന്റ് ടു എവിഡൻസ് ചാർജ് എനി പേഴ്സൺ വിത്ത് ലയബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ അകത്ത് എൻട്രി ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് ഒരാൾക്ക് കടബാധ്യത ഉണ്ട് അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട് ബാധ്യത ഉണ്ട് എന്ന് തെളിയിക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള തെളിവാവില്ല എന്നാ പറയുന്നത്. അപ്പൊ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ അകത്ത് ഒരു ബാധ്യതയെ കുറിച്ചോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചോ എഴുതിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു തർക്കം വരുമ്പോൾ അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അത് മാത്രം കൊണ്ട് ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ അത് എവിഡൻസ് ആണ്, പ്രസക്തമാണ്, അത് സ്വീകരിക്കും, ശരിയാണ്. പക്ഷെ അത് ആ ഒരു തെളിവ് കൊണ്ട് മാത്രം ഒരാളുടെ ബാധ്യത തെളിയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എ സ്യൂസ് ബി ഫോർ 1000 rupees. എ എന്ന് പറയുന്ന ആൾ ബിക്ക് എതിരെ ഒരു കേസ് കൊടുത്തു. കാരണം ബി 1000 രൂപ കൊടുക്കാനുണ്ട് എക്ക്. ഇതാണ് കേസ്.
and shows entries in his books of account books showing B to be indebted to him to this amount എന്ന് പറഞ്ഞാൽ തെളിവായിട്ട് എന്താ കൊടുത്തത്? എ ഒരു കേസ് കൊടുത്തു ബിക്കെതിരെ. എന്താ കേസിന്റെ അകത്ത് എന്താ പറയുന്നത്? എയുടെ കയ്യിൽ നിന്ന് ബി 1000 രൂപ മേടിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പൊ അതിന് തെളിവായിട്ട് എന്താ കോടതിയിൽ ഹാജരാക്കിയത്? ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഹാജരാക്കിയത്. അതിന്റെ അകത്ത് എൻട്രി ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം ഞാൻ ബിക്ക് 1000 രൂപ കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് തെളിവായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ പ്രശ്നം എന്താ? അത് എ തന്നെ എഴുതിയിട്ടുള്ളതാണ്. എക്ക് പൈസ കിട്ടാണ്ടെന്ന് എ തന്നെ എയുടെ കണക്ക് പുസ്തകത്തിൽ എഴുതിയതാകുമ്പോൾ അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് മാത്രം ആർക്ക് വേണമെങ്കിലും അങ്ങനെ എഴുതാലോ. അപ്പൊ അതുകൊണ്ട് മാത്രം ആ കേസ് പ്രൂവ് ചെയ്യാനോ ബിയെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ബിക്ക് കടബാധ്യത ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനോ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വായിച്ചു നോക്കൂ. ദ എൻട്രീസ് ആർ റെലവെന്റ്. അങ്ങനെ നടത്തിയിട്ടുള്ള കോടതിയിൽ ഹാജരാക്കുന്ന ആ അക്കൗണ്ട്സ് ബുക്ക് അല്ലെങ്കിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട് അത് റെലവെന്റ് ആണ്, അത് കോടതിയിലും എടുക്കും. പക്ഷേ ബട്ട് ആർ നോട്ട് സഫീഷ്യന്റ് വിത്തൗട്ട് അതർ എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ഡെപ്റ്റ്. ആ കടബാധ്യത തെളിയിക്കാൻ ആ ഒരു തെളിവ് മാത്രം വെച്ചിട്ട് തെളിയിക്കാൻ പറ്റില്ല, അതിന് വേറെ തെളിവുകൾ ആവശ്യമുണ്ട്. അതൊരു തെളിവായിട്ട് സ്വീകരിക്കും, പക്ഷെ അത് മാത്രം പോരാ എന്നാണ് പറയുന്നത്. അതിന്റെ ലോജിക്ക് എന്താ? കാരണം അവനവന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കണക്ക് ആണ് കോടതിയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പതിപ്പാണ് കോടതിയിൽ കാണിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും അങ്ങനെ എഴുതി ഉണ്ടാക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അത് വെച്ച് മാത്രം ഒരു കേസ് തെളിയിക്കുക. അതൊരു റെലവെന്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ്, പക്ഷെ അതുകൊണ്ട് മാത്രം തെളിയിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് സെക്ഷൻ 28 പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സെക്ഷൻ 29 നോക്കാം. അപ്പൊ നമുക്ക് സെക്ഷൻ 29 നോക്കാം. സെക്ഷൻ 29 പറയുന്നത് റെലവൻസി ഓഫ് എൻട്രി ഇൻ പബ്ലിക് റെക്കോർഡ് ഓർ എൻ ഇലക്ട്രോണിക് റെക്കോർഡ് മെയ്ഡ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എന്നുള്ള സംഗതിയാണ്. അതായത് ഒരു പബ്ലിക് സെർവന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആള് അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പബ്ലിക് റെക്കോർഡിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡിലോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും എൻട്രികൾ നടത്തുവാണെങ്കിൽ ആ എൻട്രികളുടെ റെലവൻസി, പ്രസക്തിയെ കുറിച്ചാണ് സെക്ഷൻ 29 ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ പറയാണ് an entry in any public or other official book, register or record or electronic record. ഏതെങ്കിലും ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം എൻട്രി ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ് എൻട്രി ചെയ്തിട്ടുള്ളത്? ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കിന്റെ അകത്ത്, രജിസ്റ്ററിന്റെ അകത്ത് അല്ലെങ്കിൽ റെക്കോർഡിന്റെ അകത്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡായിട്ട് എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് ആ എൻട്രി എന്ന് പറയുന്നത്? സ്റ്റേറ്റിംഗ് എ ഫാക്ട് ഇൻ ഇഷ്യൂ റെലവന്റ് ഫാക്ടർ, പ്രസക്തമായ ഒരു വസ്തുതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കേസിന്റെ അകത്ത് തർക്ക വിഷയമാകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച ഒരു എൻട്രിയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. then that entry is itself is a relevant fact. പക്ഷെ അത് റെലവെന്റ് ആവണമെങ്കിൽ ആ എൻട്രി നടത്തിയത് ആരാ എന്നും കൂടെ അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് വാസ് മെയ്ഡ് ബൈ എ പബ്ലിക് സെർവന്റ്. ഒന്നുകിൽ ആ എൻട്രി നടത്തിയത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള പബ്ലിക് സെർവന്റ് ആയിട്ടുള്ള ആളായിരിക്കണം. അയാൾ എങ്ങനെയാണ് എൻട്രി നടത്തുന്നത്? ആസ് പാർട്ട് ഓഫ് ഹിസ് ഡിസ്ചാർജിങ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി, ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു എൻട്രിയാണ്. ഒരു പബ്ലിക് സെർവന്റ് അയാളെ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു എൻട്രിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മെയ്ഡ് ബൈ എനി അതർ പേഴ്സൺ ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി, മറ്റൊരു ഏതെങ്കിലും ഒരു പബ്ലിക് സെർവന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സൺ അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്പെസിഫിക്കലി ഇമ്പോസ്ഡ് ബൈ ലോ, നിയമം അയാളോട് അനുശാസിക്കുന്ന, നിയമപരമായിട്ട് അയാളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള എൻട്രിയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എൻട്രി നടത്തിയിട്ടുള്ള ആ പുസ്തകം, രജിസ്റ്റർ അല്ലെങ്കിൽ റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലാണെങ്കിൽ അത് റെലവെന്റ് ആയിരിക്കും ഒരു കേസിന്റെ ആവശ്യത്തിലേക്ക്. അപ്പൊ അതിന്റെ അകത്തുള്ള ആ എൻട്രിക്കകത്ത് എൻട്രി ചെയ്തിട്ടുള്ള വസ്തുത, ഫാക്ട് എന്താണോ അത് ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് അതിനെ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് ഡിസ്പ്യൂട്ടഡ് ആവുന്ന സമയത്ത് ആ കേസിലേക്കാണ് ആ എൻട്രി ബുക്ക് റെലവെന്റ് ആവുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പോക്സോ എന്താണെന്ന് അറിയാലോ? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന നിയമമാണ് 2012 പോക്സോ നിയമം എന്ന് പറഞ്ഞാല്. അപ്പൊ ഒരു പോക്സോ കേസിന്റെ അകത്ത് ഒരു കുട്ടിയായിട്ട് കണക്കാക്കുന്ന ആളുടെ പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഒരു കേസിന്റെ അകത്ത്, ഒരു പോക്സോ കേസിന്റെ വിക്ടിമിന്റെ അകത്ത് ആ കുട്ടി പോക്സോ നിയമത്തിന്റെ അണ്ടറിൽ വരുന്നതാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ കുട്ടിക്ക് 18 വയസ്സായോ ഇല്ലേ എന്നുള്ളതാണ് അവിടെ തർക്ക വിഷയം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, അല്ലെ? ജനന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഒരാളുടെ പ്രായം കണക്കാക്കുന്നത്. അപ്പൊ അതിലേക്കായിട്ട് അപ്പൊ അതിലേക്കായിട്ട് ബർത്ത് രജിസ്റ്റർ എൻട്രി മെയിൻറ്റെയിൻഡ് ബൈ രജിസ്ട്രാർ ഓഫ് ബർത്ത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജനനമരണം രേഖപ്പെടുത്തുന്ന രജിസ്ട്രാറുടെ പുസ്തകത്തിന്റെ അകത്ത് അവളുടെ റെക്കോർഡിന്റെ അകത്ത് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്തതുമായി ബന്ധപ്പെട്ട വസ്തുത ആ കേസിലേക്ക് ആവശ്യത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ലേ? ഇതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇത്തരത്തിൽ ഒരു പബ്ലിക് ഓഫീസർ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റർ ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഇലക്ട്രോണിക് മീൻസിൽ ഉള്ളതാണെങ്കിൽ പോലും, ഇലക്ട്രോണിക് റെക്കോർഡ് ആണെങ്കിൽ പോലും, അതുമായി ബന്ധപ്പെട്ട തർക്കം ഒരു കേസിന്റെ അകത്ത് വരികയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് ഈ പബ്ലിക് ഓഫീസറുടെ അണ്ടറിലുള്ള ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ റെക്കോർഡ് അല്ലെങ്കിൽ ബുക്ക് കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി പറ്റും. അത് തെളിവിലേക്കായിട്ട് സ്വീകരിക്കും. അത് റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് ആയിട്ടാണ് അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അതിന്റെ അകത്ത് എൻട്രി ചെയ്ത വസ്തുതകളെ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ സെക്ഷൻ 29. നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം.
ഓക്കെ, നമുക്ക് സെക്ഷൻ 30 നോക്കാം. സെക്ഷൻ 30 എന്താ പറയുന്നത്? റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ മാപ്സ് ആൻഡ് ചാർട്ട്സ് ആൻഡ് പ്ലാൻസ് ആണ്. മാപ്പുകളിലെയും ചാർട്ടുകളിലെയും പ്ലാൻസിലെയും ഒക്കെ വസ്തുതകളുടെ പ്രസക്തിയെ കുറിച്ചാണ് ഈ സെക്ഷൻ 30 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? പൊതുജനങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള മാപ്പുകൾ, ചാർട്ടുകൾ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ അതോറിറ്റിയുടെ കീഴിൽ ഉണ്ടാക്കുന്ന മാപ്പുകൾ, പ്ലാനുകൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിന്റെ അകത്ത് ഉൾപ്പെട്ട വസ്തുതകൾ, പ്രസ്താവനകളൊക്കെ കോടതിയിൽ തെളിവായിട്ട് സ്വീകരിക്കുന്നതിലേക്ക് പ്രസക്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Statements of facts in issue or relevant facts made in published maps or charts generally offered to public sale. പൊതുജനങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള മാപ്പുകൾ, ചാർട്ടുകൾ, ഇങ്ങനെയുള്ള സംഗതികൾക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വസ്തുതകൾ, അതുപോലെ മാപ്സ് ഓർ പ്ലാൻസ് മെയ്ഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെ അതോറിറ്റിയിൽ ഉണ്ടാക്കുന്ന മാപ്പുകൾ, പ്ലാനുകൾ, ഇതൊക്കെ എന്താണ് പറയുന്നത്? അബൌട്ട് മാറ്റേഴ്സ് യൂഷ്വലി റെപ്രസെന്റഡ് ഓർ സ്റ്റേറ്റഡ് ഇൻ സച്ച് മാപ്സ്, ചാർട്ട്സ് ഓർ പ്ലാൻസ് ആർ ദംസെൽസ് റെലവന്റ് ഫാക്ട്സ്. അതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വസ്തുതകൾ ഒരു കേസിന്റെ ആവശ്യത്തിലേക്കായിട്ട് റെലവന്റ് ആയിട്ടുള്ള വസ്തുതകളായിട്ട് കണക്കാക്കപ്പെടും, ഫാക്ട്സ് ആയിട്ട് കണക്കാക്കപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവേ മാപ്പ് ഷോയിങ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു വില്ലേജസ്. രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള ബൗണ്ടറി പറയുന്ന ഒരു ഗവൺമെന്റ് സർവേ മാപ്പ് ഉണ്ട്. വിച്ച് ഈസ് അഡ്മിസിബിൾ ആസ് റെലവന്റ് ഫാക്ട് ഇൻ എ ലാൻഡ് ഡിസ്പ്യൂട്ട്. അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ലാൻഡിന്റെ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഉൾപ്പെട്ട ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടിന്റെ അകത്ത് ഈ മാപ്പ് അല്ലെങ്കിൽ ഈ ഒരു സർവേ മാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റെലവന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ അതിനെ ഫാക്ട് ആയിട്ട് എടുക്കുന്നതിൽ കോടതിക്ക് പ്രശ്നമൊന്നുമില്ല. അത് അഡ്മിസിബിൾ ആയിട്ടുള്ള ഫാക്ട് ആണെന്നാണ് പറയുന്നത്. അപ്പം ഒരു മാപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ ചാർട്ടിന്റെ അകത്ത് അല്ലെങ്കിൽ പ്ലാനിന്റെ അകത്തൊക്കെ ഉള്ള അത് ഗവൺമെന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അതിന്റെ അകത്തുള്ള കണ്ടന്റ്സ് ഒരു കേസിന്റെ അകത്ത് റെലവന്റ് ആവും എന്നുണ്ടെങ്കിൽ അത് റെലവന്റ് ഫാക്ട് ആയിട്ട് കോടതിയിൽ സ്വീകരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് റെലവന്റ് ഫാക്ട് ആയിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് കോടതി അഡ്മിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കോടതി എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സെക്ഷൻ 30 ക്ലിയർ ആണല്ലോ? ചെറിയ സെക്ഷൻ ആയിരുന്നു. സെക്ഷൻ 31 നോക്കാം. ഓക്കെ, നമുക്ക് സെക്ഷൻ 31 നോക്കാം. സെക്ഷൻ 31 പറയുന്നത് റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെന്റ് ആസ് ടു ഫാക്ട് ഓഫ് പബ്ലിക് നേച്ചർ കണ്ടെയ്ൻഡ് ഇൻ സർട്ടൻ ആക്ട്സ് ഓർ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ സംഗതിയാണ്. അപ്പൊ നമുക്കിത് വായിച്ചിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് ഇതിന് മനസ്സിലാക്കാം ഈ ഒരു സെക്ഷനെ. the court has to form an opinion. കോടതിക്ക് ഒരു അഭിപ്രായ രൂപീകരണം നടത്തണം. ഒരു വിഷയത്തിൽ കോടതിക്ക് ഒരു അഭിപ്രായ രൂപീകരണം നടത്തണം. എന്ത് വിഷയത്തിലാണ്? അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് എനി ഫാക്ട്. ഏതോ ഒരു ഫാക്ട്, വസ്തുതയെ സംബന്ധിച്ച്, വസ്തുതയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചാണ്. അത് എങ്ങനെയുള്ള വസ്തുതയാണ്? ഓഫ് പബ്ലിക് നേച്ചർ, പൊതു സ്വഭാവമുള്ള ഒരു വസ്തുത. ആ വസ്തുതയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് കോടതിക്ക് ഒരു അഭിപ്രായ രൂപീകരണം നടത്തണം. അതിന് വേണ്ടിയിട്ട് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദെൻ എനി സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ റെസിറ്റൽ കണ്ടെയ്ൻഡ് ഇൻ എനി സെൻട്രൽ ആക്ട് ഓർ സ്റ്റേറ്റ് ആക്ട്. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ പുറത്തിറക്കിയിട്ടുള്ള ഒരു ആക്ട്, ഒരു നിയമത്തിന്റെ അകത്തുള്ള എന്തെങ്കിലും റെസിറ്റൽ, അതിന്റെ വിവരണത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം ചെക്ക് ചെയ്തിട്ട് ആ ഒപ്പീനിയൻ രൂപീകരിക്കാൻ കോടതിക്ക് പറ്റുമെന്നാ പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ് ഇൻ എനി പ്രിന്റഡ് പേപ്പർ ഓർ ഇൻ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ഫോം റെലവന്റ് ഫാക്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ട്രൈ ചെയ്യുവാണ്, ഒരു ട്രയൽ നടത്തുവാണ്. അപ്പൊ അയാൾക്കെതിരെയുള്ള അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചു, ടെററിസ്റ്റ് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ വാദം എന്ന് പറഞ്ഞാൽ, ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ പ്രവർത്തിച്ച ആ ഒരു ദിവസം ആ സംഘടന നിരോധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ആ പൊളിറ്റിക്കൽ സംഘടന അന്ന് നിരോധിച്ചിട്ടില്ലായിരുന്നു, അതിനുശേഷമാണ് നിരോധിച്ചത്. അപ്പൊ ക്രിമിനൽ നിയമങ്ങൾ മുമ്പേ ചെയ്ത മുൻകാല പ്രാബല്യത്തിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ വാദം അതാണ്. അയാൾ ആ സംഘടനയിൽ പ്രവർത്തിച്ച സമയത്ത്, അയാൾക്കെതിരെ കേസ് എടുക്കുന്ന സമയത്ത് ആ സംഘടന നിരോധിത സംഘടന അല്ലായിരുന്നു എന്നുള്ള ഡിഫൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി എന്ത് ചെയ്യും? ആ സമയത്ത് ഗവൺമെന്റ് എന്നാണ് ഈ സംഘടനയെ നിരോധിച്ചത് എന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റ് എടുത്ത് നോക്കിയാൽ പോരെ, എന്ന് മുതലാണ് ഈ സംഘടന നിരോധിച്ചത് എന്ന് കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ വിജ്ഞാപനത്തിൽ പറയുമല്ലോ. അപ്പൊ ആ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണെന്ന് പുറത്തിറക്കി വെച്ചാൽ അത് പ്രകാരമായിരിക്കും നിരോധിത സംഘടനയായി ഇയാൾക്കെതിരെ കേസ് എടുത്തത്. അപ്പൊ അത് എന്ന് മുതലാണ് ആ വിജ്ഞാപനം വന്നത്, ആ വിജ്ഞാപനം എടുത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ഒരു ക്ലാരിറ്റിക്കും വേണ്ടി ഒരു പബ്ലിക് നേച്ചറിലുള്ള ഒരു സംഭവത്തെ, അതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ഒരു ഡൗട്ട് വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യുന്നതിലേക്കായി, ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിലേക്കായി ഗവൺമെന്റിന്റെ ഗസറ്റോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ആക്ടുകളോ, ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ അങ്ങനെയുള്ള ഗവൺമെന്റുകളുടെ ആക്ടുകളോ വെച്ച് നോക്കിയിട്ട് പരിശോധിക്കാവുന്നതാണ്. അതിന്റെ ബേസിൽ അപ്പം ആ ഒരു കേസിലേക്കായിട്ട് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഗസറ്റ് അല്ലെങ്കിൽ ആക്ടിന്റെ അകത്ത് പറയുന്ന വിവരണങ്ങൾ, റെസിറ്റൽ, അതെല്ലാം ഒരു റെലവന്റ് ആയിട്ട് വരും, റെലവന്റ് ഫാക്ട് ആയിട്ട് വരും എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ വെച്ചപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ?
അതാണ് സെക്ഷൻ 31. ഒരു ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും അതിന്റെ ഏതെങ്കിലും ആക്ടിന്റെ അകത്ത് വരുന്ന ഒരു വിവരണം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റ് അത് ഏത് രീതിയിൽ പബ്ലിഷ് ചെയ്താലും പ്രിന്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു ഗസറ്റോ പബ്ലിക്കേഷനോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അകത്തൊക്കെ ഉള്ള ഒരു ഫാക്ട് വെച്ചിട്ട് ഒരു കേസിലേക്ക് അഭിപ്രായ രൂപീകരണം നടത്താൻ വേണ്ടി അത് റെലവന്റ് ഫാക്ട് ആയിട്ട് കണക്കാക്കപ്പെടും എന്നാണ് ഇവിടെ സെക്ഷൻ 31 പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അവസാനത്തെ സെക്ഷൻ ഈ ഒരു മൊഡ്യൂളിലെ അവസാനത്തെ സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 32 കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് സെക്ഷൻ 32 നോക്കാം. സെക്ഷൻ 32 എന്താ പറയുന്നത്? റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആസ് ടു എനി ലോ കണ്ടെയ്ൻഡ് ഇൻ ലോ ബുക്സ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ഫോം എന്ന് പറയുന്നത്. ലോ ബുക്കുകൾക്കകത്ത് അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുടെ റെലവൻസിയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇത് വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 32. വിദേശ രാജ്യത്തിന്റെ അകത്തുള്ള നിയമം നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും കേസിന്റെ അകത്ത് അപ്ലിക്കബിൾ ആവുന്ന സന്ദർഭങ്ങളെ സംബന്ധിച്ചാണ് ആക്ച്വലി ഈ സെക്ഷൻ 32 ഡീൽ ചെയ്യുന്നത്. നമുക്കത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. When the court has to form an opinion, കോടതിക്ക് ഈ ഒരു സന്ദർഭം വന്നു, അതായത് ഒരു നിയമത്തെ സംബന്ധിച്ചിട്ട് ഒപ്പീനിയൻ ഫോം ചെയ്യണം. എന്ത് നിയമമാണ്? ലോ ഓഫ് എനി അതർ കൺട്രിയാണ്. മറ്റൊരു രാജ്യത്തെ നിയമത്തെ സംബന്ധിക്കുന്ന അവിടെ എന്താണ് നിയമം, ഒരു പ്രത്യേക വിഷയത്തിൽ മറ്റൊരു രാജ്യത്ത് എന്താണ് നിയമം എന്നാണ് കോടതിക്ക് ഇവിടെ അറിയേണ്ടത്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒരു ഒപ്പീനിയൻ ആണ് ഇവിടെ രൂപീകരിക്കേണ്ടത്. അപ്പൊ ആ ആവശ്യത്തിലേക്കായി കോടതിക്ക് രണ്ട് കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടി പറ്റും എന്നാണ് സെക്ഷൻ 32 പറയുന്നത്. ഇവിടെ എന്താ സന്ദർഭം? നമ്മുടെ കോടതിക്ക് ഒരു നിയമത്തിന്റെ അകത്ത് വിദേശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്റെ അകത്ത് ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കേസ് വന്നു, ആ കേസിന്റെ അകത്ത് വിദേശ നിയമവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു എലമെന്റ് ആ കേസിന്റെ അകത്തുണ്ട്. അപ്പൊ അതിലൊരു അഭിപ്രായ രൂപീകരണം ഒരു തീർച്ച ഉണ്ടാവണം. അപ്പൊ അതിലേക്കായിട്ട് ആ വിദേശ നിയമം ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്രോതസ്സുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ റിലേ ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് എന്താ? എനി സ്റ്റേറ്റ്മെന്റ് ഓഫ് സച്ച് ലോ കണ്ടെയ്ൻഡ് ഇൻ എ ബുക്ക്, ഏതെങ്കിലും പുസ്തകത്തിൽ അടങ്ങിയിട്ട് ലോ ബുക്ക് നിയമ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള ആ രാജ്യത്തെ വേറൊരു രാജ്യത്തെ നിയമമാണ്, അപ്പൊ അവിടുത്തെ ഏതെങ്കിലും ഒരു നിയമ പുസ്തകത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ ആ നിയമത്തെ സംബന്ധിച്ച് ഉള്ള കണ്ടന്റ് പ്രസ്താവനയായിട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പം ആ പുസ്തകം എന്ന് പറഞ്ഞാൽ നിയമ പുസ്തകം എന്ന് പറഞ്ഞാൽ അത് പ്രിന്റഡ് ആവാം, പബ്ലിഷ്ഡ് ആവാം. പക്ഷെ ഏത് രീതിയിലാവാം? പ്രിന്റഡ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാവാം, പ്രിന്റഡ് ആയിട്ടുള്ള രീതിയിലാവാം, ഇലക്ട്രോണിക് ഡിജിറ്റൽ ഫോമിലുള്ളതാവാം. പക്ഷെ അത് ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അതോറിറ്റിയിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ പുസ്തകം ആരെങ്കിലും വെറുതെ പബ്ലിഷ് ചെയ്യുന്നതല്ല, ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പബ്ലിക്കേഷൻ ആയിരിക്കണം. അത് പ്രിന്റഡ് ആവാം, പബ്ലിഷ്ഡ് ആവാം, ഇലക്ട്രോണിക് ഫോമിലാവാം, ഡിജിറ്റൽ ഫോമിലാവാം, ഏത് രൂപത്തിലാവാം. അപ്പൊ അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ, അതിന്റെ അകത്ത് പറഞ്ഞാൽ നിയമവുമായി ബന്ധപ്പെട്ട സംഗതി, അത് ഒരു റിലയബിൾ സോഴ്സ് ആയിട്ട് നമ്മുടെ കോടതികൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും വിദേശ നിയമങ്ങളെ മനസ്സിലാക്കുന്നതിലേക്കായി എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടെന്താ പറയുന്നത്? അപ്പൊ ഒന്നും ലോ ബുക്കുകളാണ്. രണ്ടെന്താ പറയുന്നത്? എനി റിപ്പോർട്ട് ഓഫ് എ റൂളിംഗ് ഓഫ് ദ കോർട്സ് ഓഫ് സച്ച് കൺട്രി കണ്ടെയ്ൻഡ് ഇൻ എ ബുക്ക്. രണ്ടാമത് പറയുന്ന പുസ്തകം എങ്ങനെയുള്ള പുസ്തകങ്ങളാണ്? അവിടെയുള്ള കോടതികൾ ഏതെങ്കിലും കേസുകൾക്കകത്ത് വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ടാവില്ലേ? കോടതി പറഞ്ഞിട്ടുള്ള വിധികൾ, കോടതിയുടെ വേർഡിക്റ്റുകൾ ഉൾപ്പെടുന്ന റൂളിംഗ്സ് റൂളിംഗ്സ് എന്ന് പറഞ്ഞാൽ കോടതി ഒരു കേസിന്റെ അകത്ത് പറയുന്ന നിയമമാണ് എന്ന് പറഞ്ഞാൽ കേസിലൂടെ ഉണ്ടായി വരുന്ന റൂളിംഗ് ആണ് എന്ന് പറഞ്ഞാൽ താഴെ കോടതികളുടെ മേലേക്ക് ബൈൻഡിങ് ആവുന്ന, ഇവിടെ നമ്മൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ, അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വിദേശ കോടതികള് ഏതെങ്കിലും റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടൊക്കെ എന്താ പറയാ, കോടതികൾ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അത് ഉൾപ്പെടുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ കോടതി വിധികൾ പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ കോടതി വിധികളെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങൾ അതും ഡിജിറ്റൽ ആവാം, ഇലക്ട്രോണിക് എന്ത് രൂപത്തിലാവാം. അപ്പം അങ്ങനെ പറയുന്ന റിപ്പോർട്ടുകളായിട്ട് വരുന്ന റൂളിങ്സ് അതും എന്താണ് ആ രാജ്യത്തെ നിയമമായിട്ട് കണക്കാക്കിക്കൊണ്ട്, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമായി മനസ്സിലാക്കിക്കൊണ്ട് അതും ഇവിടെ പരിഗണിക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാം റെലവന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്, അല്ലെങ്കിൽ റെലവന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഫാക്ട് അല്ല സോറി, റെലവന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വിദേശ നിയമത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായ രൂപീകരണം നമ്മുടെ കോടതിക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ കോടതിക്ക് രണ്ട് സോഴ്സുകളെ റിലേ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ സോഴ്സ് ആ രാജ്യത്തിന്റെ അകത്തുള്ള ഏതെങ്കിലും ഗവൺമെന്റിന്റെ അതോറിറ്റിയിലുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾക്കകത്ത് ആ നിയമത്തെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിലയബിൾ ആയിട്ട്, അത് ഇതിലെല്ലാം ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ഫോംസ് ബാധകമാണ്, അത് റിലയബിൾ ആണ്. രണ്ടാമതായിട്ട് എന്താ, ആ രാജ്യത്തെ കോടതികൾ പ്രസ്താവിച്ചിട്ടുള്ള വിധി പ്രസ്താവനകളുടെ, കോടതി വിധികളുടെ റൂളിങ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന അങ്ങനെയുള്ള റൂളിങ്സിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ആ ബുക്കുകളും, അതും ഏത് ഫോമിലുള്ള ബുക്കും ആവാം, അതും ഒരു റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ അഭിപ്രായ രൂപീകരണം നടത്താൻ പറ്റും. അതൊരു റെലവന്റ് ആയിട്ടുള്ള ഫാക്ട് ആയിട്ട് തന്നെ ഈ പുസ്തകങ്ങളാണെങ്കിലും ഈ റൂളിംഗ് പറയുന്ന ബുക്കാണെങ്കിലും ലോ ഓഫ് സ്റ്റേറ്റ്മെന്റ് എനി സ്റ്റേറ്റ്മെന്റ് പറയുന്ന ലോ ബുക്ക് ആണെങ്കിലും എല്ലാം റെലവന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 32.
ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ സെക്ഷൻ 27 മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 32 വരെ എടുത്തു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി ഒരു മൊഡ്യൂളും കൂടെ PSIയിൽ പെൻഡിങ് ഉണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങളുടെ എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം അതിന് വേണ്ടി ശ്രമിക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാം.